ഉണ്ടാവുക. ഇതാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഇത് നമുക്ക് വേദന ഉണ്ടാക്കുന്നതാണ്. ഇത് ഓരോ വിശ്വാസിക്കും വേദന ഉണ്ടാക്കുന്നതാണ്. ഓരോ ദിവസവും ഒന്നിനു പിറകെ ഒന്നായി ഈ ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കപ്പെടുന്നത്, ക്ഷേത്രങ്ങളുടെ പേരിലുള്ള പരിപാടികളിലൂടെ കൊള്ളയടിക്കപ്പെടുന്നത് ജനത്തിന് എങ്ങനെ അംഗീകരിച്ചു കൊണ്ടുപോകും? ഇതിൽ മന്ത്രി പറയുന്ന മറുപടിയാണ്. മന്ത്രി നിയമസഭയിൽ ഒരു മറുപടി പറയും, പുറത്ത് മറുപടി വരും. ഇതിൻ്റെ അവസാനം കുഴപ്പം വന്നാൽ പറയും ഇതെല്ലാം ദേവസ്വം ബോർഡാണ് ചെയ്യേണ്ടത്. ഒരു ഉത്തരവാദിത്വവും കാണിക്കാത്ത ഗവൺമെന്റ്, നിരുത്തരവാദപരമായ ഗവൺമെന്റ്, കൊള്ളയ്ക്കും ഈ പറയുന്ന മോഷണത്തിനും കൂട്ടുനിൽക്കുന്ന ഒരു സർക്കാരായിട്ട്, അതും ദൈവത്തിന്റെ സ്വത്ത് മോഷ്ടിക്കുന്നവർക്ക് കൂട്ടുനിൽക്കുന്ന സർക്കാരായിട്ട് പിണറായി സർക്കാർ മാറിയിരിക്കുന്നു. ഈ ശാപം ഇവർക്ക് എവിടെ മാറ്റിവെക്കാൻ പറ്റും? ഇത് ജനമനസ്സുകളിൽ ഏറ്റവും ശക്തമായിട്ടുള്ള കാര്യം. എല്ലാം നമ്മളൊന്നും പറയുന്നതിനേക്കാൾ അപ്പുറത്താണ് അതിൻ്റെ വ്യാപ്തി. ഊരാളുങ്കൽ സൊസൈറ്റിയാണ് ഇപ്പോൾ എല്ലാത്തിൻ്റെയും. ഇവിടെ ബിൽഡിംഗ് എടുക്കുന്ന കരാറെടുക്കുന്ന അയ്യപ്പൻ്റെ അവിടെ പന്തൽ കെട്ടാനും ഊരാളുങ്കലാണ്, അവിടെ കമ്പ്യൂട്ടർ ഉണ്ടാക്കാനും ഊരാളുങ്കലാണ്. ഊരാളുങ്കൽ ഇല്ലാതെ ചിന്തിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് സ്ഥിതി. മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഊരാളുകളില്ലാതെ ചിന്തിക്കാൻ പറ്റില്ല. ഒരു സംശയം വേണ്ട, UDF അധികാരത്തിൽ വന്നാൽ ആദ്യം പുറത്ത് കുറച്ച് അടിക്കാൻ പോകുന്നത് ഇവരുടെ അഴിമതിയും ഇവരുടെ ശതാർത്ഥമായ ചിത്രവുമായിരിക്കും. സംശയം വേണ്ട, അത്ര കൊടുമഴിമതിയാണ് നടക്കുന്നത് ഇക്കാര്യത്തിൽ. CPM-ന്റെ സത്യത്തിലൊരു ഉപവകുപ്പായിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ഇതിനെല്ലാം എതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള പോരാട്ടം നമുക്ക് നടത്തേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വളരെയധികമായി പ്രസംഗിക്കുന്നില്ല. പാലക്കാട് അന്തരീക്ഷം നമുക്കെല്ലാവർക്കും അറിയാം. കോൺഗ്രസ് പാർട്ടിക്ക് ശക്തമായ വഴക്കമുള്ള മണ്ണാണ്. ആ മണ്ണ് ശക്തിപ്പെടുത്തുന്നുണ്ട്. ഒറ്റ കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ, കോൺഗ്രസ്സുകാരെ മാത്രമേ ഉള്ളതുകൊണ്ട്. തിരഞ്ഞെടുപ്പിൽ സീറ്റ് ചോദിക്കുന്നതൊന്നും തെറ്റുള്ള കാര്യമല്ല. എല്ലാവരും സീറ്റ് ചോദിക്കണം. അർഹതപ്പെട്ട എല്ലാവർക്കും സീറ്റ് ചോദിക്കുന്നത് തെറ്റൊന്നുമില്ല. പക്ഷേ ദയവ് ചെയ്ത് മാധ്യമങ്ങളുടെ മുന്നിൽ പോയി സീറ്റുകളുടെ കാര്യം പരസ്യമായി ചർച്ച ചെയ്ത് പാർട്ടിയുടെ അന്തരീക്ഷം കളയാൻ വരുന്ന ഒരു ഏർപ്പാടുണ്ടാകും. മാധ്യമങ്ങളുടെ മുന്നിലേക്ക് പോകുന്നവർ ആരായാലും പിന്നെ അത്തരക്കാരുടെ പേര് പരിഗണിക്കപ്പെടേ വേണ്ട എന്ന് പാർട്ടി തീരുമാനിക്കുന്നു. കാരണം ഇത് നമുക്ക് ജയിച്ചേ പറ്റൂ എന്നുള്ള ഇലക്ഷനാണ്. കോൺഗ്രസ് ജയിക്കും, UDF ജയിക്കും. നിങ്ങൾക്കിന്നൊരു പോലീസ് സ്റ്റേഷനിൽ പോലും പോകാൻ പറ്റില്ല. ഒരു പോലീസ് സ്റ്റേഷനിൽ ന്യായത്തിന് വേണ്ടി പരാതിയുമായി പോലീസ് സ്റ്റേഷനിൽ വന്നാൽ പോലീസുകാരൻ അന്യായക്കാരൻ്റെ ഒപ്പമാണ്, അന്യായം നടത്തുന്നവരുടെ ഒപ്പമാണ്. അവർ നമുക്ക് നീതി തരാനല്ല. ഞാൻ ചെറിയ കാര്യം, അത് വില്ലേജ് ഓഫീസറായാലും